എൻ്റെ ആള് 8 മാസം മുമ്പ് കൂപ്പിൽ മരം വീണ മരിച്ചു. കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. ഞാൻ പറഞ്ഞിട്ടത് നെക്സ്റ്റ് ഇഷ്ടമാണ്, സൂപ്പർ സാധനം. മലയാളത്തിൽ ഒരു തവണ മസ്റ്റ് വാച്ചാണ്. അതിൻ്റെ വല്ലതാണോ സാറേ? ரெக்கவராகி திரும்ப அவங்க ஆப்போசிட்டாக இருப்பாங்க, அப்பவும் அர்த்தமாக വെരി ഗുഡ്, വെരി നൈസ്, സൂപ്പറായിരുന്നു. നമ്മൾ ഇന്നുവരെ കാണാത്തൊരു രീതിയിലാണ് പുള്ളിക്കാരത്തെ അഭിനയിച്ചേക്കുന്നത്. കാണുന്നൊരു ഇതല്ല, കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള കണ്ടു നോക്കാം, തന്നെ മനസ്സിലാവുള്ളൂ. നമ്മളത്തെ കാലഘട്ടത്തിനുള്ള ഒരു മെസ്സേജാണ്, അത് ചിലവന്മാർക്ക് കൊള്ളും ചെയ്യും. തിയേറ്റർ വാശി തന്നെയാണ്. എന്ത് വയലന്റ് ആയ ആളായിരുന്നു, ഇപ്പൊ കംപ്ലീറ്റ്ലി നോർമൽ. സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് രാജ്വി ഷെട്ടിയുടെ അപർണ ബാലമുരളിയുടെ ഒക്കെ നല്ല സൂപ്പർ പെർഫോമൻസ് ആണ്. ടോബിയൊക്കെ കണ്ടേക്കുന്ന ആൾക്കാർക്ക് അറിയാം ഒരു റേഞ്ച് ഇത്ര മാത്രം. ആ റേഞ്ച് നല്ല രീതിയിൽ പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. വെൽ മെയ്ഡ് മൂവി ബ്രോ, ആക്ച്വലി നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രാജ്വി ഷെട്ടിയുടെ പ്രകടനമൊക്കെ ഉണ്ട്, നല്ല പ്രകടനമാണ്. നല്ലൊരു പക്ക, നമുക്ക് ആദ്യം ഒരു ത്രില്ലർ ആയിട്ട് തോന്നുന്നൊക്കെ പടം. Slowly move to the left side. இந்த மேட்டரை போய் இவ்வளவு தரவாக எடுக்கிறதுங்கிறது நினச்சி கூட பார்க்க முடியாது, அந்த அளவுக்கு எடுத்திருக்காங்க. ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേക്കിംഗ് സ്റ്റൈലൊക്കെ വെറൈറ്റി ഉണ്ട്. മ്യൂസിക് കാണാൻ കൊള്ളാം. ഒരു വൺ ടൈം വാച്ചിലായിട്ട് തിയേറ്ററിൽ കാണാൻ പറ്റിയ ഉടൻ തന്നെയാണ്. ഫാമിലി എല്ലാം കുഴപ്പമില്ല, നല്ല ഒരു സൈക്കോ പടം. സൂപ്പർ പടം, സൂപ്പർ. ടോബിയും ആ ഗരുഡഗമനൊക്കെ ചെയ്ത പോലെ തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഒരു സൈക്കോത്തിക് പടം, ഒരു 4 കഥാപാത്രങ്ങൾ വെച്ചാണ് പടം മുഴുവൻ പോകുന്നത്. കണ്ടു ഞാൻ പറ്റുള്ളൂ. എന്നാലും നല്ല കുഴപ്പമില്ല. രാജ് ഷെട്ടിയുടെ നല്ല അഭിനയമാണ്. പുള്ളിയുടെ നന്നായിട്ടുണ്ട്. 4 കഥാപാത്രങ്ങൾ വെച്ചാണ് പടം പോകുന്നത്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല. തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവി. ഓക്കെ.